വയനാട് മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസ് നേതാവ് തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ അന്വേഷണം ഡിവൈഎസ്പിക്ക് കൈമാറിയതിൽ സംശയം പ്രകടിപ്പിച്ച് തങ്കച്ചൻ കേസ് അട്ടിമറിക്കാനുള്ള രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ ഈ അന്വേഷണം കൈമാറിയത് എന്ന് സംശയിക്കുന്നുവെന്ന് തങ്കച്ചൻ. തന്നെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്ത പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ SI-മാർക്കെതിരെ നടപടി വേണമെന്നും തങ്കച്ചൻ 24 പറഞ്ഞു. പുൽപ്പള്ളി CIയും അന്വേഷിച്ച് പിടിക്കപ്പെട്ട പ്രസാദ് അനീഷ് മാമ്പള്ളി പൈസ കൊടുത്തിട്ടാണ് സാധനം വാങ്ങിയതെന്നും 20 പാക്കറ്റ് മദ്യം വാങ്ങി അനീഷ് മാമ്പള്ളിക്ക് കൈമാറിയെന്നും പറഞ്ഞ് ഇവര് അനീഷ് മാമ്പള്ളിയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ആ സമയത്താണ് പെട്ടെന്ന് അന്വേഷണം മാറുന്നത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും രാഷ്ട്രീയ കളിയുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അത് മാധ്യമങ്ങൾ അന്വേഷിച്ചാലേ അത് കിട്ടത്തുള്ളൂ. കേസ് തേഞ്ഞു മാഞ്ഞു പോവുക, അന്വേഷണം അട്ടിമറിക്കപ്പെടുമോ എന്ന് സംശയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയും വ്യക്തമായി ഈ മദ്യം മേടിച്ച് അനീഷ് മാമ്പള്ളിക്ക് കൊടുത്തെന്നും ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ആള് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു സംശയമുണ്ട്. കാരണം നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ 17 ദിവസം ജയിലിൽ കിടന്നാണ് നമുക്ക് നീതി കിട്ടണമെന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഇനി ഒരാളുടെ വീട്ടിലും ഇങ്ങനെ കൊണ്ടുവെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത്. സമീർ ബിൻ കരീം വയനാട്ടിൽ നിന്നിരുന്നു. സമീർ, വിശദാംശങ്ങൾ. ഈ തങ്കച്ചന്റെ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിക്കുകയും അവർ തങ്കച്ചനെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തങ്കച്ചൻ ഈ അന്വേഷണത്തിൽ ഒരു സംശയം പ്രകടിപ്പിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് നേതാവായിരിക്കുന്ന അനീഷ് മാമ്പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം പുൽപ്പള്ളി SHO നടത്തുന്ന ഒരു സമയത്താണ് അന്വേഷണം ഡിവൈഎസ്പിക്ക് കൈമാറുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി നല്ല രീതിയിൽ പോലും അന്വേഷണം കൈമാറിയത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ എന്നുള്ളൊരു സംശയം തങ്കച്ചൻ പ്രകടിപ്പിക്കുകയാണ്. സ്വാഭാവികമായും ഈ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘത്തിലേക്ക് പുൽപ്പള്ളി SHO കൂടി ഉൾപ്പെടുത്തി വളരെ വിശദമായ അന്വേഷണം നടത്തണമെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് തങ്കച്ചൻ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഈ പുൽപ്പള്ളി സ്റ്റേഷനിലെ SI-മാരായിരിക്കുന്ന ഷിയാസ്, മനോജ് എന്നിവരാണ് തങ്കച്ചനെ ആദ്യം വീട്ടിലെത്തുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരോട് ആദ്യം വളരെ കൃത്യമായി തന്നെ താൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടും അത് ചെവി കൊണ്ടില്ല. അതുകൊണ്ട് ഇവർക്കെതിരെ ശക്തമായ നടപടി വിഷയത്തിൽ വേണമെന്നുള്ളതാണ് തങ്കച്ചൻ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുന്നത്. മാത്രമല്ല കോൺഗ്രസിനെതിരെ നേരത്തെ KPCCക്കും അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.